ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഈ നല്ല നിമിഷം ഞങ്ങൾക്ക് ഒരുമിച്ച് ബൈബിൾ ഡിസ്കഷനായി കടന്നു വരുവാൻ സ്വർഗം അനുവദിച്ച വലിയ കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ചില ആഴ്ചകൾക്ക് മുൻപ് വിസ്ഡം ഓഫ് ഗോഡ് എന്ന സബ്ജക്റ്റിനെ പറ്റി ഞങ്ങളൊരു ബൈബിൾ ഡിസ്കഷൻ നടത്തിയിരുന്നു. അന്ന് കർത്താവിൻ്റെ അഭിഷിക്തൻ കെസ്റ്റർ കുമരകം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്നൊരിക്കൽ കൂടി ഞങ്ങൾക്ക് മറ്റൊരു വിഷയവുമായി ബൈബിളിൽ നിന്നും ഡിസ്കഷൻ ആയി കടന്നു വരുവാൻ സ്വർഗം ഒരുക്കി തന്ന വലിയ സാവകാശത്തിനായി അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് മെയിനായിട്ട് എടുക്കുന്ന വിഷയം ഇന്നർ ഹീലിംഗ് എന്നുള്ള സബ്ജക്റ്റിനെ പറ്റി, ആന്തരിക സൗഖ്യം എന്നുള്ള ആ വിഷയത്തെ പറ്റി ബൈബിളിൽ നിന്നും ചില ഡിസ്കഷനുകൾ സംസാരിക്കുവാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോൾ ഞങ്ങളത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ കാണാം, ചോദ്യങ്ങൾ, മനസ്സിനകത്തുള്ള ചിന്തകൾ കാണാം. അതിനെപ്പറ്റിയൊക്കെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയിട്ടുള്ള ചിന്തകളും പരസ്പരം ഞങ്ങൾ ഷെയർ ചെയ്ത് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് സംശയങ്ങൾക്കൊക്കെ മറുപടിയായി ഈ ഡിസ്കഷൻ മാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും കൈമാറുകയും ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. ഞങ്ങൾ അതിന് പിന്നീടാണെങ്കിലും അതിൻ്റെ ഉത്തരം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഈ വീഡിയോ മുഴുവനായും കാണുക, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, എത്തിക്കുക. കാരണം ഇത് വലിയൊരു അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഡിസ്കഷൻ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ആരംഭിക്കണം. അതിന് മുൻപ് തന്നെ ഒരു വാക്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ തുടർന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു വാക്യം വായിച്ച് ഞങ്ങൾ തുടങ്ങുകയാണ്. സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്നും 34-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിച്ച് ഞങ്ങൾ അതിൽ നിന്നും ആരംഭിക്കാൻ ശരണപ്പെടുന്നു. അപ്പോൾ അതിനായി ആ വാക്യം വായിക്കുന്നു. സങ്കീർത്തനം 34 അതിൻ്റെ 18. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ആ വചനം ഞാൻ ആവർത്തിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയം പ്രധാനമായി ടോപ്പിക്ക് മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും മനുഷ്യന്റെ അകത്തും, അങ്ങനെ ബൈബിൾ മാത്രം കേന്ദ്രീകരിച്ച് പറഞ്ഞില്ലെങ്കിലും പുറത്തോട്ട് നോക്കിയാലും ഒരു മനുഷ്യന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിനേറ്റ മുറിവ്, വേദനകൾ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചില ചിന്തകൾ ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പ്രധാനമായും കർത്താവിന്റെ അഭിഷിക്തൻ ഫെബിൻ റെജിയാണ് നമ്മൾ കൂടെ ഉള്ളത്. അദ്ദേഹം അടൂർ ക്രൈസ്റ്റ് ജനറേഷൻ എന്ന മിനിസ്ട്രിയുമായി മുൻപോട്ട് പോകുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി കർത്താവിന്റെ അഭിഷിക്തനെ ഉപയോഗിക്കുന്നതോർത്ത് കർത്താവിനെ മഹത്വം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗം അനുവദിച്ചല്ലോ എന്നോർത്ത് കർത്താവിന് മഹത്വം കൊടുക്കുന്നു. അപ്പോൾ കർത്താവിന്റെ അഭിഷിക്തനുമായി ഈ ഒരു വിഷയമായി സംസാരിക്കാൻ കിട്ടിയൊരു വലിയ ദൈവിക പദ്ധതിയാണ്, ഞങ്ങളത് വിശ്വസിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ അഭിഷിക്തനോട് പ്രാരംഭത്തിലെ ഞങ്ങൾ ഈ വിഷയവുമായി ഞാൻ ചോദ്യമായി തന്നെ ചോദിക്കുകയാണ്, എന്താണ് ആന്തരിക സൗഖ്യം, അല്ലെങ്കിൽ ആന്തരിക സൗഖ്യത്തെ പറ്റിയുള്ള കർത്താവിന്റെ അഭിഷിക്തന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളൊരു ചെറിയൊരു ബ്രീഫ് തരികയാണ്. നമുക്ക് അവിടെ തന്നെ തുടങ്ങുന്നത് വളരെ നന്നായിരുന്നു. പ്രൈസ് ലോർഡ്. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. എന്നോടുകൂടെ ആയിരിക്കുന്ന ബ്രദർ പ്രൈസ് പീരുമലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഞങ്ങൾ ഇന്ന് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന വിസ്ഡം ഓഫ് ഗോഡ് എന്ന വിഷയം വളരെയധികം അനുഗ്രഹമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. ഒത്തിരി പേര് സംശയങ്ങൾ ചോദിക്കുവാനും ഒത്തിരി പേര് നമ്മളടുത്ത് മെസ്സേജ് അയക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. എൻ്റെ സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ. ദൈവം സഹായിച്ചു. ഇന്ന് ഒരിക്കൽ കൂടെ നമുക്ക് കടന്നു വരുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഇടയിൽ ഒരാളുടെ ഒരു ശൂന്യതയോടെ ഉണ്ട്. അദ്ദേഹത്തിന് ചില തിരക്കുകൾ കൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടെ കൂട്ടാഞ്ഞത്. അടുത്ത പ്രാവശ്യം ലൈവിൽ അദ്ദേഹം ഉണ്ടായിരിക്കും, അല്ലേ? ഓക്കെ. ആന്തരിക സൗഖ്യം എന്ന വിഷയത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ആന്തരിക സൗഖ്യം എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സബ്ജക്റ്റാണ്. വേദപുസ്തകത്തിനകത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, മറ്റു പലർക്കും പ്രയോജനപരമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സബ്ജക്റ്റ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ, അല്ലെങ്കിൽ ആന്തരിക സൗഖ്യം എന്ന് പറയുന്ന വിഷയം. കേരളത്തിൽ ഒത്തിരി പേരൊന്നും, എൻ്റെ ഒരു അറിവാണ്, ഒത്തിരി പേരൊന്നും
ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്നില്ല. കുറച്ചു പേര് മാത്രം, വളരെ കുറച്ച് ദേവദാസന്മാരാണ് ഈ ആന്തരിക സൗഖ്യ ശുശ്രൂഷ ചെയ്യുന്നത്. കാരണം ഇത് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു മിനിസ്ട്രി അല്ല. കാരണം മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരുടെ വിഷമങ്ങളെ പങ്കുവെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ അതൊരു ഗ്രേസാണ്. സത്യത്തിൽ അതൊരു കൃപയാണ്. നമ്മളിപ്പോൾ ഈ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഈ ഒരു മിനിസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ വളരെ അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഡിസ്കഷൻ എടുക്കുവാനുള്ള, ഈ വിഷയം എടുക്കുവാനുള്ള കാരണം. ആന്തരിക സൗഖ്യം എന്താണ്? ആന്തരിക സൗഖ്യം സത്യത്തില് ആന്തരിക സൗഖ്യം എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപ്, സത്യത്തിൽ എന്താണ് ആന്തരിക സൗഖ്യം എന്ന് പഠിക്കുന്നതിന് മുമ്പ് ആരാണ് ആന്തരിക സൗഖ്യം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ഈ സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന് വെച്ചാൽ ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള മുറിവുകൾ, ഇവിടുത്തെ ലോക വൈദ്യന്മാരെ കൊണ്ട് നമുക്ക് മുറിവ് കെട്ടുവാൻ സാധിക്കും. ഇവിടുത്തെ മെഡിസിൻ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടേഴ്സിന് നമ്മുടെ എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ട്, അല്ലേ? പക്ഷെ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന മുറിവുകൾക്ക് ട്രീറ്റ്മെന്റ് ഇല്ല, അല്ലേ? ശരിയല്ലേ? അതിനെ മുറിവ് കെട്ടുവാൻ ഒരാൾക്കേ കഴിയുകയുള്ളൂ. അത് നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ, യഹോവയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതാണ് ബൈബിൾ പറഞ്ഞത്, ഹൃദയം നുറുങ്ങിയവർക്ക്, മനസ്സ് തകർന്നവർക്ക് എൻ്റെ ദൈവം സമീപസ്ഥനാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസത്തിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. ഹൃദയവേദനയോടുകൂടി പലരും ഞങ്ങളുടെ ഈ ലൈവ് കാണുന്നുണ്ടായിരിക്കും. അഭിഷക്തന്മാരാകുന്ന ഞങ്ങൾ അത് ഡിക്ലെയർ ചെയ്യുകയാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ ആമേൻ മുറിവ് കെട്ടുന്ന ഒരു ദൈവിക സാന്നിധ്യം നിങ്ങളുടെ റൂമുകളിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വരട്ടെ. ഓക്കെ, ആന്തരിക മുറിവുകൾ അല്ലെങ്കിൽ ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത് ഭയങ്കരമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ടോപ്പിക്കാണ്. യേശു കർത്താവ് ഈ നസ്രത്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ എത്തി. എൻ്റെ ഒരു കാര്യമാണ് പ്രൈസ് എന്ന് പറയാം. യേശു കർത്താവ് നസ്രത്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ എത്തിയിട്ട് അദ്ദേഹം പതിവായി പോകുന്ന ദേവാലയത്തിൽ കയറി പുസ്തകം വിടർത്തി വായിക്കുകയാണ്. ശുശ്രൂഷക്കാര് അദ്ദേഹത്തിന് പുസ്തകം കൊടുക്കുന്നു, അദ്ദേഹം വിടർത്തി വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. അപ്പൊ അദ്ദേഹം കാണുന്ന ഒരു വാക്ക്, അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗം കണ്ടു, അല്ലെ? യെശയ്യാവിന്റെ പുസ്തകത്തിൽ, പ്രവചന പുസ്തകത്തിനകത്ത് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന വേദഭാഗം. അപ്പം യെശയ്യാവ് പറയുന്നത് യേശുവിനെ കുറിച്ചുള്ള വാക്കാണ്, അല്ലെ? അപ്പം പറയുകയാണ്, യേശുവിനെ കുറിച്ച് പറയുകയാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പൊ യേശു കർത്താവ് ചെയ്ത ഏറ്റവും വലിയ മിനിസ്ട്രിയാണ് മനസ്സ് തകർന്നവരെ രക്ഷിക്കുക എന്നുള്ളത്, അല്ലെ? ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണ് യേശു കർത്താവിന്റെ ദൈവത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ അവന്റെ ശുശ്രൂഷകന്മാർ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മിനിസ്ട്രിയാണ് മനസ്സ് തകർന്നവരെ വിടുവിക്കുക എന്നുള്ളത്. അപ്പം എന്താണ് ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത്? ഈ ദൈവം, എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം. ദൈവം 3 ഘടകങ്ങളായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദേഹം, ദേഹി, ആത്മാവ്, അല്ലെ? ദേഹം, ദേഹി, ആത്മാവ്. തിമോഥെയോസിന്റെ ലേഖനത്തിനകത്ത് എഴുതിയിരുന്നു, യേശുവിന്റെ പ്രത്യക്ഷതയിൽ ദേഹം, ദേഹി, ആത്മാവ് എന്നും ഇതും 3 ഒരുപോലെ യേശുവിന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടും, അല്ലെങ്കിൽ അത് വെളിപ്പെട്ടു വരുമെന്നൊക്കെ പൗലോസ് തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങളാണ്. ദേഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരം, ദേഹി എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രാണൻ അല്ലെങ്കിൽ ജീവൻ എന്നൊക്കെ പറയാം. പക്ഷെ ആത്മാവെന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഷയിൽ അകത്തെ മനുഷ്യൻ, ബിബ്ലിക്കൽ ഭാഷയിൽ അകത്തെ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? 2 തരത്തിലുള്ള ആത്മാവാണുള്ളത്, മനുഷ്യാത്മാവും ദൈവാത്മാവും. ഈ അകത്തെ മനുഷ്യനെയാണ് മനസ്സെന്ന് ബൈബിൾ പറയുന്നത്. നമ്മുടെ മനസ്സാക്ഷി എന്നൊക്കെ പറയത്തില്ലേ? ഈ മനസ്സിലേക്കുന്ന മുറിവുകൾ അല്ലെങ്കിൽ ഈ മനസ്സിലേക്കുന്ന വേദനകൾ, ഈ വേദനകളെ ഒപ്പുവാൻ ഇവിടുത്തെ ആർക്കും കഴിയത്തില്ലെന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഈ വേദനകളെ ഒപ്പുന്ന അല്ലെങ്കിൽ ഈ വേദനകളെ മാറ്റുന്ന ശുശ്രൂഷയാണ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ. ഞാനിതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി പ്രൈസ് ബ്രദർ എന്താണ് ആന്തരിക സൗഖ്യ ശുശ്രൂഷയെ കുറിച്ച് അല്ലെങ്കിൽ ആന്തരിക സൗഖ്യത്തെ കുറിച്ച്, പ്രൈസ് ബ്രദർ എന്താണ് ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? നമുക്ക് നോക്കിയാൽ അറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ആദ്യം മുതൽ അവസാനം വരെയും ആന്തരിക സൗഖ്യത്തെ പറ്റി കിടപ്പുണ്ട്. അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് മനുഷ്യന്റെ പുറത്തെ മുറിവിനേക്കാൾ ഏറ്റവും കൂടുതൽ വേദനയാണ് അകത്തുണ്ടാകുന്ന മുറിവ്.
അതുകൊണ്ടാണ് പറയുന്നത് നാവ് ഏറ്റവും കൂടുതൽ വിഷമാണെന്നാണ് ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നത്. കാരണം രണ്ടടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ വേദന മാറും. പക്ഷെ നാവ് കൊണ്ട് ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദന ഒരു പക്ഷേ ജീവിതം അവസാനം വരെ ഉണ്ടാവും. അതാണ് പിന്നീട് പകയായി മാറുന്നത്, വൈരാഗ്യങ്ങൾ, ദേഷ്യം, വിദ്വേഷമൊക്കെ മാറുന്നത്. കാരണം അത് അകത്തൊരു മുറിവ് കിടക്കുന്നുണ്ടാണ്. അപ്പോ മാനുഷികമായി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ആന്തരികത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ ഭയങ്കര കാഠിന്യമേറിയതാണ്, ഭയങ്കര കാഠിന്യമാണ്. കാരണം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് തന്നെ പഠിച്ചാൽ നമുക്ക് ഒത്തിരി ഭാഗത്ത് യേശു ആന്തരിക മുറിവുകൾ ഉണക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ കുറച്ചു മുമ്പ് കർത്താവിന്റെ അഭിഷിക്തൻ പറഞ്ഞല്ലോ, യേശുവിനെ പറ്റി എഴുതിയിരിക്കുന്ന പുസ്തകത്തിനകത്ത് പറയുന്നത് മനസ്സ് തകർന്നവരെ, മനസ്സ് മുറിഞ്ഞവരുടെ മുറിവ് കെട്ടുവാനും. അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോകുമ്പോൾ തന്റെ ജനത്തോട് പറയുന്നത്, നിങ്ങൾ മുറിവ് കെട്ടുന്നവരാകണം, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്നവരാകണം. ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഒത്തിരി ശുശ്രൂഷകളുണ്ട്. വിശുദ്ധ വേദപുസ്തകത്ത് പറഞ്ഞ എല്ലാ ശുശ്രൂഷകളും ഹാൻഡിൽ ചെയ്യുന്ന ഒത്തിരി അഭിഷിക്തന്മാരുണ്ട്. പ്രവചനം, ഹീലിംഗ്, അങ്ങനെ ഒത്തിരി ശുശ്രൂഷ ചെയ്തവരുണ്ട്. പക്ഷേ ഇന്നർ ഹീലിംഗ്, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അകത്തെ മുറിവ് കെട്ടുന്ന ശുശ്രൂഷ ചെയ്യുന്നത് വളരെ കുറവാണ്. മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്നുള്ള വാക്കുകൾ മൂലം ഒരുപക്ഷെ ചർച്ച നിറങ്ങി പോകുന്നത്, ആരാധനയ്ക്ക് ശേഷം ചർച്ച നിറങ്ങി പോകുന്നത് പോലും മനസ്സിനേറ്റ മുറിവോടെ ആയിരിക്കും. ഒരുപക്ഷെ സാധാരണ നമ്മളിപ്പോൾ ആരാധന ഒന്നും ഇല്ലാതെ ലോക്ക്ഡൌൺ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. ആരാധനകളുള്ള സമയത്ത് നമുക്ക് അല്പം കഴിഞ്ഞ 6 ദിവസത്തെ കഷ്ടതയും പണിയും എല്ലാം കഴിഞ്ഞാണ് ഒരുപക്ഷെ ഒരു വ്യക്തി സഭയിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്, കഴിഞ്ഞ 6 ദിവസത്തെ വേദനയേക്കാൾ ഭയങ്കര ഒരു സന്തോഷം കൊണ്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ആ ഒരു ഉദ്ദേശത്തോടെയാണ് ആലയത്തിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ പല സഭകളിലും പല വ്യക്തികളുടെയും പല അഭിഷിക്തന്മാരുടെയും പ്രസംഗങ്ങളിലാണെങ്കിൽ പോലും, വാക്കുകളിലാണെങ്കിൽ പോലും, പ്രവചനങ്ങളിൽ നിന്നാണെങ്കിൽ പോലും അകത്തൊരു മുറിവോടെയാണ് തിരിച്ചിറങ്ങി പോകുന്നത്. പലരും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോഴാണെങ്കിലും പറയുന്ന വിഷയ, കർത്താവേ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്റെ മനസ്സിന് ഭയങ്കര മുറിവാണ്, വേദനയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും പ്രാർത്ഥിക്കാൻ പലരും വിളിക്കുന്നത്. പക്ഷേ യഥാർത്ഥമായി യേശു ക്രിസ്തുവിന്റെ ഭാവം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോ അതേ ഭാവം ഉള്ളിലുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്തെ മുറിവും അകത്തെ മുറിവും ഉണക്കുന്നവനാകണം. ഒരുപക്ഷെ ആ പുറത്ത് ഹീലിംഗ് ആണ്, പക്ഷെ അകത്തെ മനുഷ്യൻ മുറിവേൽക്കപ്പെടുകയാണ്. പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായും അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും ഒരു സൗഖ്യം കൊടുക്കുന്നവരായി മാറും. അങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് അങ്ങനെ ഞാൻ ഈ കാര്യം നമ്മൾ ഡിസ്കഷൻ ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ഒരു പ്രത്യേക ഒരു ഭാഗം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നൈൻ എന്ന പട്ടണത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ അവിടെ യേശു ആ പട്ടണത്തിന്റെ വാതിൽക്കൽ ചെല്ലുമ്പോൾ ഒരു വലിയ സമൂഹം പുറത്തോട്ട് വരുന്നത്. ആ വലിയ സമൂഹം പുറത്തേക്ക് വരുന്നത് ഒരു ഭയങ്കര വിലാപത്തോടെ പുറത്തോട്ട് വരുന്നത്. ഭയങ്കര വിലാപമാണ്. കാരണം ഒരു വിധവയുടെ മകൻ മരിച്ചു, ശവപ്പെട്ടിയിൽ അല്ലെങ്കിൽ ശവമഞ്ചത്തിൽ ആ മകനെ കിടത്തി അവരടക്കുവാൻ കൊണ്ടുപോവുകയാണ്. ഞാൻ നൈൻ പട്ടണത്തെ പറ്റി പഠിച്ചപ്പോൾ നൈൻ പട്ടണത്തിന്റെ അർത്ഥം സന്തോഷം എന്നാണ്, സന്തോഷം. പക്ഷെ അവിടെ രണ്ടാമത്തെ ദുഃഖമാണ് നമുക്കിത് പഠിക്കുമ്പോൾ കാണുന്നത്. അതിന് മുമ്പ് പറഞ്ഞില്ലെന്നല്ല, രണ്ടാമത്തെ ദുഃഖമാണ് അവിടെ കാണുന്നത്. ഒന്ന്, ആ വിധവയുടെ ഭർത്താവ് ഒരിക്കൽ മരിച്ചു, അതൊരു മുറിവായ സ്ത്രീയുടെ അകത്ത് കിടക്കുകയാണ്. അതായത് ആന്തരിക സൗഖ്യമില്ലാതെ കിടക്കുക, ഹസ്ബൻഡ് മരിച്ചു. അപ്പൊ രണ്ടാമത് ഇവിടെ നടക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സഹായമായി ഉണ്ടായിരുന്ന മകനും മരിച്ചു. അപ്പോ സ്വാഭാവികമായും ഇന്നത്തെ സമൂഹമാണെങ്കിലും അന്നത്തെ സമൂഹമാണെങ്കിലും ഇനി വരാൻ പോകുന്ന കാലഘട്ടമാണെങ്കിലും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എപ്പോഴും ഭയമാണ്. കാരണം പ്രത്യേകിച്ച് കേരളത്തിന്റെ എന്ന് പറയേണ്ട, ലോകത്തിന്റെ തന്നെ മ്ലേച്ഛതകളിലേക്ക് പോകാൻ ഭയങ്കരമായ പ്രതികൂലങ്ങൾ ആണ് ആ സ്ത്രീക്ക് അപ്പോൾ അനുഭവിക്കുന്നത്. കാരണം ഭർത്താവില്ല, മക്കൾ ആരുമില്ല, ഒറ്റയ്ക്കുള്ള താമസമാണ് ഇനി അവൾക്ക്. അപ്പോ ഒരുപക്ഷെ ആ സ്ത്രീ മറ്റുള്ളവരെല്ലാം നോക്കുമ്പോൾ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് പുറത്ത് മകൻ മരിച്ചു എന്നുള്ള വിഷമത്തിലാണ്. പക്ഷെ യേശു കടന്നു ചെല്ലുമ്പോൾ യേശു കണ്ടത് പുറത്തെ മുറിവല്ല, മറിച്ച് അകത്ത് അവൾക്ക് നാളെ എന്താകും എന്നുള്ളതിനെ പറ്റിയുള്ള മുറിവായിരുന്നു. അതാണ് യേശു അവിടെ ചെയ്യുന്നത്. മകളെ കരയണ്ട, നീ കരയണ്ട എന്ന് പറഞ്ഞ് ശവമഞ്ചത്തിൽ തൊട്ട് മകനെ എഴുന്നേൽപ്പിച്ചു. ഞാൻ പറയട്ടെ,
ഒരുപക്ഷെ നമ്മുടെ പുറത്തെ മുറിവുകൾ അകത്ത് മുറിവുകളായി മാറും. പുറത്തുണ്ടാകുന്ന വേദനകൾ അകത്തെ മുറിവുകളായി മാറും. അതുപോലെ തന്നെ ചില പുറത്തെ സൗഖ്യങ്ങൾ നമുക്ക് അകത്തെ സൗഖ്യങ്ങളായി മാറും. അതാണ് നയിൻ പട്ടണത്തിൽ നമുക്ക് കാണുന്നത്. അപ്പോ ഇത് പറയുമ്പോൾ തന്നെ ഞാനാണെങ്കിൽ പോലും നമ്മളാണെങ്കിൽ പോലും ഒരുപക്ഷെ പുറത്തുള്ള മുറിവുകൾ കാരണം അകത്ത് ഭയങ്കര വേദന അനുഭവിക്കുന്നതായിരിക്കാം. പക്ഷെ യേശുവിന്റെ ഒരു വരവ്, നസ്രായന്റെ കടന്നുവരവ് മതി നമ്മുടെ ജീവിതത്തിനകത്തെ സകല ആന്തരിക സൗഖ്യങ്ങൾക്കും കാരണമാകാം. അതാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോ കർത്താവിന്റെ അഭിഷേകത്തിനാണെങ്കിൽ പോലും കുറച്ചു മുമ്പ് പറഞ്ഞ ആ ഒരു ശമര്യക്കാരത്തി സ്ത്രീയുടെ കാര്യം, അവിടെ ആണെങ്കിൽ പോലും ഒരു കർത്താവ് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സൗഖ്യങ്ങളും കാണാൻ കഴിയുന്നു. ആ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ അഭിഷേകത്തിനെ സംസാരിക്കാൻ വളരെ ബ്ലെസ്സിങ് ആയിരിക്കും സൗഖ്യത്തിൽ. നമ്മള് ആന്തരിക സൗഖ്യത്തെ കുറിച്ച് പറയുമ്പോൾ ആന്തരിക മുറിവുകളെ കുറിച്ച് പറയാം. അപ്പൊ നമ്മള് ഈ ആന്തരിക സൗഖ്യത്തെ കുറിച്ച് നമ്മളിങ്ങനെ അകത്തെ മനുഷ്യന്റെ മുറിവുകൾ സൗഖ്യമാക്കുന്ന ശുശ്രൂഷയാണ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ. ഞാൻ ശബരിയകാര്യത്തിലേക്ക് വരാം. അപ്പോൾ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ ആന്തരിക മുറിവുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇതിന്റെ ഡീപ്പായിട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ ചെയ്ത് പ്രേക്ഷകർക്ക് കൊടുത്തേ മതിയാകുള്ളൂ. കാരണം നമ്മുടെ വാക്കുകളിൽ നിന്നും എന്താണ് നമ്മൾ പറയാതിരിക്കുന്നത് എന്ന് നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നമ്മൾ 90% അല്ലെങ്കിൽ 100% കൊടുക്കാൻ കഴിയില്ലെങ്കിലും ഒരു 80% നമുക്ക് കൊടുക്കണം, അല്ലേ? ശരി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ദൈവിക വിശുദ്ധം എന്ന് പറയുന്ന ടോപ്പിക് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പല കാര്യങ്ങളും ഞങ്ങൾ വിട്ടുകളഞ്ഞു. നമ്മുടെ മനഃപൂർവ്വം നമ്മൾ വിട്ടുകളഞ്ഞതാണ്. പക്ഷെ അതാണ് ഏറ്റവും വലുതായിട്ട് ആൾക്കാർ ഞങ്ങളെ ചോദ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ആന്തരിക മുറിവുകളെ കുറിച്ച് പറയണം, അല്ലെ? ശമരിയ കാര്യത്തെയും സത്യത്തിൽ ഒരു ആന്തരിക മുറിവുള്ള ഒരു വ്യക്തിയാണ് ആ സ്ത്രീ. ആ ശമരിയ കാര്യത്തിലേക്ക് ഞാൻ വരാം. പക്ഷെ നമ്മൾ ആന്തരിക മുറിവുകൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഭയങ്കര കാര്യമാണ്. ബൈബിൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊടുക്കുക, അല്ലെ? സൂക്ഷിച്ചു കൊടുക്കുക. അതിൽ നിന്നാണ് ജീവന്റെ സ്രോതസ് അല്ലെങ്കിൽ ജീവന്റെ ഉറവ തുറക്കുന്നത്, അല്ലെങ്കിൽ ജീവന്റെ ഉറവ ഉണ്ടാകുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ഞാൻ ഈ പറഞ്ഞ വാക്യം ഇങ്ങനെയല്ല, ഞാൻ അതിന്റെ ഒരു ആശയം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഫിസിക്കലായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ ഏറ്റവും വലിയ പ്രധാനമാകുന്ന പങ്ക് വഹിക്കുന്നത് നമ്മുടെ മുഷ്ടിയുടെ അത്രയും വലിപ്പമുള്ള മുഷ്ടിയുടെ അത്രയും വലിപ്പമുള്ള നമ്മുടെ ഹൃദയമാണ്, അല്ലെ? നമ്മുടെ ഹൃദയമാണ്. പക്ഷെ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഹൃദയം ഈ കൈമുഷ്ടിയുടെ അത്രയുള്ള ആന്തരിക അവയവമാകുന്ന ഒരു ഹൃദയത്തെ കുറിച്ചല്ല. ഈ ബൈബിളിനകത്ത് ഒത്തിരി ഭാഗത്തിനകത്ത് ഹൃദയം 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 എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഹൃദയം, മനസ്സ്, ഉള്ളം, അങ്ങനെയൊക്കെ ഒത്തിരി ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഭാഗങ്ങളെല്ലാം എൻ്റെ ഒരു ചിന്തയനുസരിച്ച് ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെ കുറിച്ച്, അകത്തെ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? എൻ്റെ ആത്മാവ് നിന്നിലേക്ക് ചേരുവാൻ കാംക്ഷിക്കുന്നു, അല്ലെ? ഇതൊക്കെ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ദൈവിക ആന്തരിക മുറിവുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ അകത്ത് പലതരത്തിലുള്ള പരാജയങ്ങൾ, പലതരത്തിലുള്ള വേദനകൾ ഉണ്ടായെന്ന് വരാം. ഈ വേദനകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ഭയങ്കരമാകുന്ന രീതിയിൽ ബാധിക്കും. ഞാനത് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരം നമുക്ക് എടുത്ത് നോക്കാം. നമ്മുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ രക്തം പോകണമെങ്കിൽ ഹൃദയം 24 മണിക്കൂറും 7 ദിവസവും 365 ദിവസവും ഇങ്ങനെ പ്രവർത്തിച്ചേ മതിയാകുള്ളൂ. എന്ന് വെച്ചാൽ ജീവന്റെ നിലനിൽപ്പ് രക്തത്തിനകത്താണെന്നാണ് പറയുന്നത്. ഈ രക്തം എല്ലാ അവയവങ്ങളിലേക്കും പമ്പ് ചെയ്യപ്പെടണമെങ്കിൽ ഹൃദയം പ്രവർത്തിച്ചേ മതിയാകുള്ളൂ. അപ്പം ജീവന്റെ നിലനിൽപ്പ് ഇരിക്കുന്നത് ഹൃദയത്തിനകത്താണ്. നമ്മൾ ഫിസിക്കലായിട്ട് ചിന്തിച്ചാൽ അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത്. സദൃശ്യവാക്യത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്: അവൻ കണക്ക് കൂട്ടുന്നത് പോലെ തന്നെയാകുന്നു അവൻ. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് തീരുമാനിക്കുന്നോ, നമ്മൾ എന്ത് നമ്മളെ കുറിച്ച് വിചാരിക്കുന്നോ, അതാകുന്നു ഞാൻ. ഇപ്പൊ ഞാൻ ചിന്തിക്കുക ഞാൻ തോൽവിയാണ്, ഞാൻ പരാജയമാണെന്ന് ഞാൻ വിചാരിച്ചാൽ എന്റെ ജീവിതം മുഴുവനും തോൽവിയായിരിക്കും, അല്ലെ? അതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്: നിന്റെ വായിൽ മരണവും ജീവനും ഉണ്ട്, അല്ലെ? ജീവനും മരണവും നിന്റെ നാവിന്മേലുണ്ട്.
എന്ന് വെച്ചാൽ നമ്മുടെ വാക്കിനകത്ത് മരണവും ജീവനും ഉണ്ട്. മറ്റൊരു വാക്യവുമായിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്യിപ്പിച്ചാൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഹൃദയം നിറഞ്ഞു വെക്കുന്നത് വായി പ്രസ്താവിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ നാവിനകത്തു നിന്നും മരണവും ജീവനും വരുന്നതിന് മുൻപ് തന്നെ അത് പുറത്തു വരുന്നത് നമ്മുടെ മനസ്സിനകത്തൂടെ അല്ലെ. അപ്പം നമ്മുടെ മനസ്സിനകത്തു നിന്നും പൊങ്ങി വരുന്നത് അല്ലെങ്കിൽ പുറത്തു വരുന്നത് ചിലപ്പോൾ മരണമായിരിക്കാം, പരാജയമായിരിക്കാം, തിന്മയായിരിക്കാം, നന്മയായിരിക്കാം. ഇതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അവന്റെ ജീവിതം. ചിലരെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് വൈബായിരിക്കും അല്ലെ, ഭയങ്കര നെഗറ്റീവ് വൈബായിരിക്കും. അവരുടെ ജീവിതം മുഴുവനും പരാജയമായിരിക്കും. എനിക്ക് പരിചയമുള്ള ഒത്തിരി പേരുണ്ട് അങ്ങനെ. അവരുടെ സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള പരാജയമാകുന്ന കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. പരാജയമാകുന്ന അവരുടെ ബിസിനസിന്റെ കാര്യം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ പരാജയം പറയും. അവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പരാജയം പറയും. അവരുടെ മിനിസ്ട്രിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പരാജയം പറയും. എന്ന് വെച്ചാൽ അങ്ങനെ പരാജയം പറയുന്നവരെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവരുടെ ജീവിതം മുഴുവനും പരാജയമായിരിക്കും അല്ലേ. തീർച്ചയായിട്ടും പരാജയമായിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ സുരക്ഷിതമായി വെച്ചില്ലെങ്കിൽ നമ്മളുടെ ജീവിതം പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം ഈ മനസ്സെന്ന് പറയുന്നത് ഒരു വീട് പോലെയാണെന്ന് ഞാൻ ഒരു ദൈവദാസൻ പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സെന്ന് പറയുന്നത് ഒരു വീട് പോലെയാണ്. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ വീട്ടിൽ ആൾതാമസം ഇല്ലെന്ന് വെച്ചു. എൻ്റെ വീട്ടിൽ ആൾതാമസം ഇല്ലെങ്കിൽ ഞാൻ വളരെ വിദൂരതയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോഴും ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്നതാണ്. ഞങ്ങളുടെ ഇതാകുന്ന പേഴ്സണൽ ജോലികളുണ്ട്. പലപ്പോഴും പലരും എങ്ങനെ ചോദിക്കാറുണ്ട്, നിനക്ക് ജോലിയില്ലേ എന്ന്. യെസ്, ജോലിയുണ്ട്. അപ്പം ഞാൻ വിദൂരതയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ ആരും ഇല്ല, അടച്ചിട്ടിരിക്കുന്ന ഒരു വീടാണെന്ന് വെച്ചു. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേന് എൻ്റെ വീട്ടിൽ ഞാൻ നേരെ ചെന്ന് കയറി താമസിക്കുകയില്ല. ആദ്യം എന്ത് ഞാൻ ചെയ്യും, എൻ്റെ വീട് ഞാൻ അടിച്ച് വാരും. അതിനകത്തുള്ള മാറാലകളും, ഞങ്ങൾ അടൂർ ഭാഷ മാറാല, ഈ ചിലന്തിയുടെ കൂടുതൽ മാറാല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ മാറാലയെല്ലാം ഞങ്ങൾ അടിച്ച് വാരിയിട്ട് ഞാൻ വീട്ടിനകത്ത് പ്രവേശിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് മനസ്സൊരു വീട് പോലെയാണ്. മനസ്സിനകത്ത് വേണ്ടാത്ത കാര്യങ്ങളുണ്ട്, തിന്മയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആന്തരിക സൗഖ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ മനസ്സിനകത്ത് കയറി ദൈവത്തിന്റെ വചനത്തിന്റെ സഹായത്തോടെ, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമ്മുടെ മനസ്സിനകത്തിലുള്ള തിന്മകളെ, പരാജയ ഭാവങ്ങളെ എല്ലാം പുറത്തെടുക്കുന്ന ഏക ശുശ്രൂഷയാണ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് സത്യത്തിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ കർത്താവിന്റെ അഭിഷിക്തം പറഞ്ഞ ഭാഗത്ത് നിന്ന് എനിക്ക് ഭയങ്കരമായൊരു ചിന്ത ഇപ്പോൾ ലഭിച്ചത് ഇതാണ്. നമുക്കറിയാം, വീട് പോലെയുള്ള ഹൃദയത്തിനകത്ത് നിന്ന് മാറാലകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് വേസ്റ്റ് ആയി കിടക്കുന്ന എല്ലാം ക്ലീൻ ചെയ്ത് അവിടെ ആൾതാമസം ഉണ്ടാകുന്നത് പോലെ, താമസിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിനകത്തുള്ള പണ്ടുണ്ടായിരുന്ന വേസ്റ്റ് മീൻസ് അത് നമുക്ക് ബൈബിൾ പരമായി പഠിക്കുമ്പോൾ പാപം, തെറ്റായ പ്രവൃത്തികൾ, തെറ്റായ ചിന്തകൾ അതെല്ലാം മാറ്റി പുതിയൊരു ജീവൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുകയാണ്. വിശുദ്ധ വേദപുസ്തകമായിട്ട് പഠിക്കുമ്പോൾ ദൈവ മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഫുൾനെസ് ഓഫ് ഗ്ലോറി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. ഫുൾനെസ് ഓഫ് ഗ്ലോറി ആയിട്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ അകത്തുണ്ടായിരുന്നത് മുഴുവൻ ജീവന്റെ പദങ്ങൾ മാത്രമല്ല, ജീവന്റെ പദങ്ങളായിരുന്നു. പക്ഷേ ഏതൻ തോട്ടത്തിൽ വെച്ച് പാപത്തിൽ പെട്ടുപോയപ്പോഴാണ് ആന്തരികമായി മനുഷ്യൻ തെറ്റനുഭവിക്കുന്നത്, ആന്തരികമായി തെറ്റിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് തോട്ടത്തിൽ വെച്ചുള്ള ആ ഒരു പ്രശ്നമാണ് മനുഷ്യന്റെ അകത്ത് തെറ്റായത് അല്ലെങ്കിൽ പാപം കിടക്കാൻ കാര്യം, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിനെ മാറ്റിയതാണ് യേശുക്രിസ്തു. ക്രൂശിൽ വെച്ചാണ് അത് മാറ്റി ക്ലീൻ ചെയ്ത് ഒരു റീഫ്രഷ് ചെയ്യുകയായിരുന്നു ക്രൂശിലെ അനുഭവം. നമ്മളിപ്പോൾ ആന്തരിക അവയവം വെച്ച് ഈ വിഷയമായിട്ട് പഠിക്കുമ്പോഴത്തേക്കും ക്രൂശിൽ വെച്ചാണ് ദൈവം ഇന്നർ ഹീൽ ചെയ്തത്. ക്രൂശിൽ വെച്ച് അന്ന് തെറ്റായി പോയതിനെ ദൈവം ഇന്നർ ഹീൽ ചെയ്യുകയായിരുന്നു ക്രൂശിലെ അനുഭവം. അപ്പോൾ ശരിയല്ലേ? അപ്പോ നമുക്ക് പഠിക്കുമ്പോൾ തന്നെ അറിയാം, യേശുക്രിസ്തു വന്ന സമയം മുതൽ, യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രി ആരംഭിക്കുന്ന 30ാമത്തെ വയസ്സ് മുതൽ യേശുക്രിസ്തു ഫോക്കസ് ചെയ്തത് മുഴുവൻ ഇന്നർ ഹീലിങ്ങിനെ പറ്റിയായിരുന്നു ഫോക്കസ് ചെയ്തത്. കാരണം ഓരോ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും
അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇന്നറായിട്ടുള്ള പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നയിലിന്റെ പട്ടണത്തിലെ കാര്യം ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് പറയാം, കാനാവിലെ കല്യാണ വീടാണെങ്കിൽ പോലും പുറത്ത് നോക്കുമ്പോൾ ശൂന്യതയാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ അകത്ത്, ഭവനത്തിനകത്തുള്ള പെണ്ണിന്റെ അല്ലെങ്കിൽ ചെറുക്കന്റെ പിതാവോ മാതാവോ കുടുംബക്കാരോ അവരെല്ലാം അകത്തൊരു മുറിവിലാണ് നിൽക്കുന്നത്. അത് അവരുടെ ജീവിതത്തിനകത്തൊരു ഇന്നർ ഡിപ്രഷനാണ്. അവിടെയാണ് യേശു ക്രിസ്തു ഇന്നർ ഹീൽ ചെയ്യുന്നത്. അവിടെ പൂർണ്ണത കൊണ്ടുവന്നു, പക്ഷെ ദൈവം അവിടെ ഹീൽ ചെയ്യുകയായിരുന്നു. അപ്പോ നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ എല്ലാ ശുശ്രൂഷകളും എടുത്ത് നോക്കിയാലും അതിനകത്തൊക്കെ ഒരു ഇന്നർ ഹീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോ ഇന്ന് നമ്മൾ കേരളത്തിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരോട്, അഭിഷിക്തന്മാരോട്, ദൈവത്തിന്റെ അഭിഷിക്തന്മാരോട്, ദാസന്മാരോടൊക്കെ പറയാനുള്ള ഒരു പ്രബോധനം, അങ്ങനെ പറയുന്നതിനേക്കാൾ ഒരു സന്ദേശം, അതും ഇതാണ്: നിന്റെ ശുശ്രൂഷകളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ മാനുഷികമായുള്ള ചിന്തകളെക്കാൾ അപ്പുറമായി മുറിവ് മനസ്സിന് അനുഭവിച്ചവരുടെ മുറിവ് കെട്ടുന്നതാകണം നമ്മുടെ ശുശ്രൂഷകൾ. അതാണ് പ്രധാന പോയിന്റ്. നമ്മുടെ ശുശ്രൂഷകൾ ഇനി അങ്ങനെ ആയി മാറണം. കാരണം യേശു ക്രിസ്തു അങ്ങനെ ചെയ്തപ്പോൾ, യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് അങ്ങനെ തന്നെ ഉണ്ടാവണം. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. വേറൊരു ഭാഗത്ത് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, ക്രൂശീകരണത്തിന് മുൻപ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 14 ഓർക്കുന്നു. അപ്പോ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒന്നാമത്തെ വാക്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് ശിഷ്യന്മാരെ ഉറപ്പിക്കുകയാണ്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും, പ്രധാന ശിഷ്യന്മാർ 3 പേരും, ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ഉറപ്പിക്കാനാണ് യേശു എന്ന് പറയുന്നത്. പക്ഷേ ആ അധ്യായത്തിന്റെ തന്നെ പകുതി ഭാഗത്തോട് വരുമ്പോ അവിടെ എഴുതിയിരിക്കുന്ന മകനാണ്, യേശുവിന്റെ ഉള്ളം കലങ്ങി. എന്നെ ഭയങ്കര ചിന്തിപ്പിച്ചു. കാരണം 1-ാം അധ്യായത്തിൽ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ഉള്ളം കലങ്ങരുതെന്ന് പറഞ്ഞിട്ട് അതിന്റെ മധ്യഭാഗത്ത് വരുമ്പോൾ, അതേ അധ്യായത്തിന്റെ മധ്യഭാഗങ്ങളിൽ വരുമ്പോൾ എഴുതിയിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ ഉള്ളം കലങ്ങി. എന്റെ ചിന്തയാണ്, ഒരു പക്ഷേ അന്ന് യേശു ക്രിസ്തുവിന്റെ ഹൃദയം കലങ്ങരുതെന്ന് യേശു പറഞ്ഞിട്ട് യേശുവിന്റെ ഹൃദയം കലങ്ങിയതിന്റെ അർത്ഥം, അതിനുശേഷം ഇനി നിന്റെ ഹൃദയം കലങ്ങരുത്. കാരണം ഹൃദയത്തിന്റെ മുറിവുകൾ യേശു ക്രിസ്തു അവിടെ ഉണക്കുകയായിരുന്നു യേശു ക്രിസ്തുവിലൂടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളിൽ വെളിപ്പെടേണ്ടത് അന്ന് യേശു ക്രിസ്തുവിന് വെളിപ്പെട്ടതുപോലെ മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ, മറ്റുള്ളവരുടെ മുറിവുകൾ കെട്ടുന്നതാവണം നമ്മുടെ ശുശ്രൂഷകൾ. തീർച്ചയായിട്ടും സത്യത്തില് ബ്രദർ പറഞ്ഞുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് പറയാം. സത്യത്തില് ഈ ശുശ്രൂഷകന്മാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആത്മീക വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്ത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? വിപത്ത് എന്ന് പറയുന്നത് പരാജിതമാകുന്ന മനോഭാവമാണ്. പരാജിത മനോഭാവമാണ്. ഞാൻ പരാജയപ്പെട്ടവനാണെന്നുള്ളൊരു മനോഭാവം. അത് ഞാൻ വീണവനാണെന്നുള്ളൊരു ഒരു മനോഭാവം, ചിന്ത. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയാം. ദൈവം മാനവകുലത്തിന് കൊടുത്ത ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു നിയോഗം, സകലത്തിന്റെ മേലും വാഴുക എന്നുള്ളത്, അല്ലെ? സകലത്തിന്റെ മേലും വാഴുക. ഏലത്തോട്ടത്തിൽ വെച്ച് ദൈവം മനുഷ്യനോട് പറഞ്ഞത്, നീ സകലത്തിന്റെ മേലും വാഴുക എന്നുള്ളത്. വാഴ്ച ദൈവം കൊടുത്തു, അല്ലെ? 3-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ദൈവം പറഞ്ഞു, നീ സകലത്തിന്റെ മേൽ, ഭൂമിയിലെ ഇങ്ങനെ ലിസ്റ്റ് സഹിതം ദൈവം പറയുകയാണ്, ജന്തുക്കളുടെ മേൽ, മത്സ്യത്തിന്റെ മേൽ, സകലത്തിന്റെ മേലും വാഴുക. അപ്പൊ വാഴുക എന്നുള്ള നിയോഗം മനുഷ്യന്റെ മേൽ കിടക്കുകയാണ്. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം സത്യത്തിൽ ആരൊക്കെയോ പറയുന്നു, മനുഷ്യന്റെ മേലുള്ള വാഴ്ച നഷ്ടപ്പെട്ടു പോയത്. സത്യത്തിൽ മനുഷ്യന്റെ മേലുള്ള വാഴ്ച നഷ്ടപ്പെട്ടു പോയോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല, അല്ലേ? വെളിപ്പാട് പുസ്തകത്തിലും ദൈവം മനുഷ്യനെ നോക്കി പറയുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, അവർ ഭൂമിയെ വാഴും. ഉൽപ്പത്തി പുസ്തകത്തിൽ വാഴുമെന്ന് പറഞ്ഞ അതേ ദൈവം തന്നെ ദൈവത്തിന്റെ ദൂതോ, ദൈവത്തിന്റെ രീതികളോ, ദൈവത്തിന്റെ സ്വഭാവത്തിനോ ചേഞ്ച് ആയിട്ടില്ല. പക്ഷെ മനുഷ്യന്റെ മനോഭാവമാണ്, ഞങ്ങൾ വീണുപോയി, ഞങ്ങൾ അകന്നുപോയി, ഞങ്ങൾ തോറ്റുപോയി, ഞങ്ങൾ പരാജിതരായിപ്പോയി. ഈ മനസ്സിനകത്തെ ഈ ചിന്ത മാറുന്നത് എപ്പോഴാണോ അപ്പോഴാണ് അവൻ യഥാർത്ഥ വിജയാളിയായി മാറുന്നത്. ക്രിസ്ത്യ ജീവിതത്തിൽ ഇത് തന്നെയാണ് അതിന്റെ റൈറ്റ്, ഇത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സത്യത്തിൽ ഒരിക്കലും വീഴണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല ആരും, അല്ലേ? ആരും പരാജിതരായി മാറണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ നിർഗലിനെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു. ഇമാജിനേഷൻ, നമ്മുടെ ഇമാജിനേഷൻ ഏറ്റവും കൂടുതൽ മനസ്സ് മുറിവാകുവാൻ
ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇമാജിനേഷനാണ്, അല്ലെ? നമ്മളുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ എന്താണ് പറയുന്നത് അതിന്റെ മലയാളം? ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭാവന, ഞാൻ ഇങ്ങനെയായി തീരും, എൻ്റെ ജീവിതം ഇങ്ങനെയായി മാറും, ഞാൻ എൻ്റെ മിനിസ്ട്രി ഇങ്ങനെയാകും എന്ന് മുന്നമേ വിധിക്കുന്ന മുൻവിധികൾ. അതെ, അതാണ് അതിന്റെ യഥാർത്ഥ പദം, മുൻവിധികൾ. ഈ മുൻവിധികളെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മനസ്സിന്റെ അവസ്ഥ. ഞാൻ എപ്പോഴും പറയുന്നു, നമ്മുടെ മിനിസ്ട്രി തകരുമെന്ന് നമ്മൾ വിചാരിച്ച് ആ തകർച്ച എപ്പോഴും നമ്മുടെ മിനിസ്ട്രിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ നെഗറ്റീവ് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ സത്യമായിട്ട് നമ്മുടെ മനസ്സ് മുഴുവൻ നമ്മുടെ നെഗറ്റീവിനെ ആശ്രയിച്ചായിരിക്കും, അല്ലെ? പക്ഷെ ദൈവം പറയുന്നത് നിങ്ങൾ ജയാളികളാണ്, അല്ലെ? ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു ജയാളികളായി മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവൻ നാം നീതിമാന്മാരാണെന്നും ക്രിസ്തുവിൽ നാം നീതിമാന്മാരാണെന്നും ക്രിസ്തുവിൽ നമ്മൾ വിശുദ്ധന്മാരാണെന്നും ക്രിസ്തുവിൽ നമ്മൾ അവകാശികളാണെന്നെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തുവിന്റെ അവകാശികളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്ന ഒറ്റ കാര്യമുണ്ട്, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം. കൊലോസ്യരുടെ ലേഖനത്തിനകത്ത് ആ പദം ഭയങ്കരമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചു പിടിക്കിയ വാക്കാണ്, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം. ആ പദം കേട്ടോ, പരാജിതരായിരിക്കുന്ന മനോഭാവത്തിൽ, ആ പരാജിത മനോഭാവത്തിൽ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, നിന്റെ വീട്ടിനകത്ത് ദൈവം ആഗ്രഹിക്കുന്നത് ആമേൻ പരാജയത്തിന്റെ നിലവിളികളല്ല, പരാജയത്തിന്റെ മുറവിളികളല്ല, മറിച്ച് ജയത്തിന്റെ ഉല്ലാസത്തിന്റെയും ഘോഷം ഭക്തന്മാരുടെ കൂടാരത്തിൽ വെളിപ്പെടുന്ന സീസൺ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജീവിത ശൈലി നയിക്കണമെന്നാണ് പുതിയ നിയമത്തിലെ സഭയോട് അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ വിശ്വാസികളോട് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ മനസ്സിനെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സത്യത്തില് ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ മനസ്സ് മുറിയാനുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് പരാജിതമാകുന്ന കാര്യങ്ങൾ, രണ്ട് നമ്മുടെ ജീവിത ശൈലിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മളെ പലപ്പോഴും ഒറ്റപ്പെടുത്താം. ചില മരണങ്ങൾ പലരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെ? പല മരണങ്ങൾ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മിനിസ്ട്രിയിൽ ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരു അനുഭവമുണ്ട്. എന്നെ ഒരു യൂത്ത് മീറ്റിങ്ങിന് ഒരു ദേവദാസൻ വർഷിപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. ഒരു 60-70 കുഞ്ഞുങ്ങൾ അടങ്ങുന്ന ഒരു യൂത്ത് മീറ്റിംഗിൽ ഞാൻ വർഷിപ്പ് ചെയ്യുകയാണ്. വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ഒരു സാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി. ആ സാന്നിധ്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു പഴയ ഗാനത്തിന്റെ ഈരടിയിൽ തന്നു. അനാഥനല്ല ഞാൻ, അശ്രാനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ. അപ്പൊ ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മുൻപിൽ ഇരുന്ന ഒരു 10-20 കുഞ്ഞുങ്ങൾ ഇങ്ങനെ കരയുകയാണ്, ഭയങ്കരമായിട്ട് കരയുകയും അവർ ദൈവസാന്നിധ്യത്തിൽ നിറയുകയും ചെയ്തു. അപ്പം ദൈവസാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ ഒരു ഗാനത്തിലൂടെയും ദൈവസാന്നിധ്യം വെളിപ്പെടും, അല്ലെ? പാട്ടിനകത്തൂടെയും ദൈവസാന്നിധ്യം വെളിപ്പെടും. അപ്പൊ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കരയുകയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ അടുത്തിരുന്ന് എന്നെ വിളിച്ചിരിക്കുന്ന കർത്താവിദാസനോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ ഇരിക്കുന്ന ഒരു 10-30 അധികം കുഞ്ഞുങ്ങൾ ആ ചർച്ചിന്റെ ഓർഫനേജിലുള്ള കുഞ്ഞുങ്ങളാണ്, അവരെല്ലാവരും അനാഥരാണ്. അപ്പം കവിഞ്ഞൊഴുകുന്ന ഒരു ദൈവസാന്നിധ്യത്തിന്റെ ഇടയിൽ ഈ ഒരു ഗാനം എൻ്റെ ഹൃദയത്തിൽ ഈ ഒരു പഴയ ഗാനം ഞാൻ പാടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അതൊരു ആശ്വാസമായി വെളിപ്പെടുവാനിടയായി. മനസ്സിലാവുന്നുണ്ടോ? ഈ ആശ്വാസമായി വെളിപ്പെടുകയും ആ ഗാനത്തിന്റെ ഈരടികൾ അവരുടെ ഹൃദയത്തിന്റെ മുറിവുകളെ ഉണക്കുവാൻ അല്ലെങ്കിൽ മുറിവുകളെ കെട്ടുവാൻ ഇടയായി. ഈ ഒരു ദൈവസാന്നിധ്യം മതി ചിലരുടെയൊക്കെ ജീവിതത്തിലെ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ചിലരുടെ ജീവിതത്തിൽ ആ മുറിവുകൾ ഉണങ്ങാൻ, അല്ലെ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ കാണുന്നത്. പലപ്പോഴും നോർത്ത് ഇന്ത്യയിൽ പോകുന്ന ദൈവദാസന്മാർ ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടായേക്കാം. നമ്മുടെ ജീവിതശൈലി, അനാഥത്വം, ഒറ്റപ്പെടൽ, അല്ലെ? ഒറ്റപ്പെടൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ മാനസികമാകുന്ന മുറിവുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അല്ലേ? കാരണം അത് ഞാൻ പറയുമ്പോൾ ആപേക്ഷിത്തിന് ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ദാവീദ് താനൊരു ഒറ്റപ്പെട്ടവനായിരുന്നു. ഭവനത്തിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് കാടിന്റെ ഏകാന്തതയിലായിരുന്നു. പക്ഷെ ആ സമയത്തും അവന്റെ ആ ഒരു ഒറ്റപ്പെടൽ, അനാഥത്വത്തിന്റെ ആ ഒരു മുറിവിനെ ഉണക്കിക്കളഞ്ഞത്, കരിയിച്ചു കളഞ്ഞത്
അവൻ ആ കാടിന്റെ നടുവിലും ദൈവത്തെ സ്തുതിച്ചത് കൊണ്ടാണ്. ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ ഉള്ളം ദാവീദിന്റെ ഹൃദയം ദൈവത്തെ അന്വേഷിച്ചു എന്നൊരു വാക്ക്. ദൈവത്തിനായി തന്നെ, ജീവനുള്ള ദൈവത്തിനായി തന്നെ ആകാംക്ഷിക്കുന്നു എന്നൊരു വചനമൊക്കെ ദാവീദ് പറയുന്നുണ്ട്. കാരണം ദാവീദ് അപ്പോഴും അതിനകത്തൂടെ എല്ലാം ദാവീദ് പറയാൻ ഉദ്ദേശിക്കുന്നത് മുറിഞ്ഞ ഹൃദയമായിരുന്നു, പക്ഷെ ഞാൻ ദൈവത്തെ സ്തുതിച്ചത് കൊണ്ട് എന്റെ മുറിവുകൾ ഉണങ്ങിയിരിക്കുന്നു എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മറ്റൊരു ഭാഗം ഞാൻ പറയട്ടെ, ഈ അനാഥത്വം, ഇങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയാണ് ദൈവം ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു 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 ദൈവദാസനുണ്ട് ബൈബിളിനകത്ത്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത്. ശമൂവേൽ എന്ന് പറയുന്ന ബാലനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഹന്ന എന്ന് പറയുന്ന ആ ദേവദാസി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ നിന്നയെ കണ്ടിട്ട് ദൈവം മറുപടി കൊടുത്തു. അങ്ങനെ ശമൂവേൽ എന്ന് പറയുന്ന ഒരു ബാലനെ അവൾക്ക് നൽകി. വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ അപ്പന്റെയും അമ്മയുടെയും കൂടെ വളരേണ്ട ശമൂവേലിനെ എവിടെ കൊണ്ടുവിട്ടു? ഏലിയുടെ കീഴിൽ ആലയത്തിൽ കൊണ്ടുവിട്ടു. സത്യത്തിൽ അവളൊരു മാനസികമായ ഒരു കുഞ്ഞു ഹൃദയത്തിന്റെ ഒറ്റപ്പെടലാണ് നമുക്ക് കാണുന്നത്. പക്ഷെ ദൈവത്തിന് ഇങ്ങനെ ഒറ്റപ്പെടുന്നവനെ മതി ദൈവത്തിന്, അല്ലെ? അവൻ സകലരും ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അവനിങ്ങനെ ആലയത്തിനകത്ത് ജീവിക്കുമ്പോഴും ദൈവത്തിന് അവനെയാണ് വിളിക്കാനുള്ളത്, ശമൂവേലേ എന്ന്. അടുത്ത ഒരു ജനറേഷന്റെ പ്രവാചകനാക്കി ദൈവം എന്ന് വെച്ചാൽ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവചന ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത, ഈ പ്രവചന ശുശ്രൂഷ മറ്റുള്ളവരുടെ ഹൃദയത്തിന്റെ മുറിവ് കെട്ടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അല്ലെ? പ്രവചന ശുശ്രൂഷ, ഈ കാലഘട്ടത്തിന്റെ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. മുറിവ് ഉണ്ടാക്കുന്നവരല്ല, മുറിവ് കെട്ടുന്നവരാണ് പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പം ശമൂവേലിനെ ദൈവം വിളിക്കുകയാണ്. മാനസികമായി ഒരു കുഞ്ഞു പൈതലിന്റെ ഹൃദയം തകർന്നിരിക്കുന്ന ശമൂവേലിനെ വിളിച്ച് പറയുകയാണ്, നീ പ്രവാചകനായി മാറും, അല്ലെങ്കിൽ ഒരു പ്രവചന ശുശ്രൂഷ അവന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ നിന്റെ ഹൃദയം ദൈവത്തിന്റെ സാന്നിധ്യത്താൽ അല്ലെങ്കിൽ ദൈവം ആ ഹൃദയത്തിന്റെ വേദന മാറ്റിയതുപോലെ അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാൽ പലരുടെയും ഹൃദയത്തിന്റെ ആ ദുഃഖത്തെ ആശ്വസിപ്പിക്കുവാൻ അവന് ദൈവം ബലം കൊടുത്തു. അപ്പം ദൈവത്തിന് ഇങ്ങനെയുള്ളവരെ ഉപയോഗിക്കാൻ ചാൻസ് കൂടുതലാണ്, അല്ലെ? ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന എല്ലാ ദേവദാസന്മാരുടെ ഹൃദയത്തിന് അകത്തൊരു വേദനയിലൂടെ കടന്നു വരുന്നവരായിരിക്കും, അല്ലെ? അങ്ങനെ എത്ര കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് തന്നെ കാണും, അല്ലെ? അതെ, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് തന്നെ ഒത്തിരി ഉദാഹരണങ്ങൾ അങ്ങനെയുണ്ട്. മുറിയപ്പെട്ട് തകരപ്പെട്ട് കിടന്ന വ്യക്തികളെയാണ് ദൈവം യൂസ് ചെയ്തിട്ടുള്ളതെല്ലാം. കാരണം നമുക്കറിയാം, അത് മാതാപിതാക്കളുടെ കരച്ചിൽ കണ്ടുപോലും തലമുറകൾ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഷമം എന്ന് പറഞ്ഞാൽ തനിക്കൊരു മക്കളില്ലെങ്കിലുള്ള വിഷമമാണ് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ കരയുന്നത്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് അങ്ങനെ ഒത്തിരി തെളിവുകളുണ്ട്. ശിംശോന്റെ മാതാവ്, ശിംശോന് വർഷങ്ങൾക്ക് ശേഷമാണ് ശിംശോന്റെ ജനനം. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ് സെഖര്യാവിന്റെ കാര്യം, ആലയത്തിലെ സെഖര്യാവിന്റെ കാര്യം. അപ്പോൾ അവിടെയൊക്കെ കാണുന്നത് മനസ്സ് മുറിയപ്പെട്ട് ജീവിതം തകർന്നിരിക്കുന്നവരാണ് ആ മാതാപിതാക്കൾ. കാരണം ഒരു ജീവിതത്തിനകത്ത് മുൻപോട്ടുള്ള പ്രതീക്ഷകൾ മൊത്തം അസ്തമിച്ചു, ഒന്നുമില്ല. അങ്ങനെ നിൽക്കുന്നവരുടെ തലമുറകളെയാണ് ദൈവം പിന്നീട് യൂസ് ചെയ്തത്. ഈ ശമൂവേൽ എന്ന് പറഞ്ഞപ്പോൾ, കർത്താവിന്റെ അഭിഷിക്തം പറഞ്ഞപ്പോൾ ശമൂവേലിന്റെ ചരിത്രം നോക്കി അറിയാം, ഇന്ന് വരെ ശമൂവേൽ ചെയ്തതുപോലെ ഒരു ശുശ്രൂഷ വേറെ ആരും ചെയ്തിട്ടില്ല. കാരണം ന്യായാധിപന്റെ അവസാന ന്യായാധിപനായിരുന്നു ശമൂവേൽ, ഒന്നാമത്തെ ശുശ്രൂഷ. രണ്ടാമത്തെ കാര്യം, ശമൂവേൽ പ്രവാചകനായിരുന്നു. മൂന്നാമത്തെ കാര്യം, ശമൂവേല് രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് രണ്ട് രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ വൃത്യനായിരുന്നു ശമൂവേൽ. അപ്പോ ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു വന്നവനെ ദൈവം അതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. മോശയ്ക്ക് ശേഷം ഒരു ശക്തനായ പ്രവാചകൻ അതായിരുന്നു ശമൂവേല്. ഞാൻ പറയട്ടെ, ഇതിനകത്ത് വഴി അങ്ങനെ ഇരിക്കുന്ന മാതാപിതാക്കൾ ലൈവിനകത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കൾ മക്കളില്ലാതെ കരയപ്പെടുന്ന കർത്താവിന്റെ ഫാമിലീസ് ഒത്തിരി ഇതിനകത്തുണ്ട്, ലൈവിനകത്ത് കേൾക്കുന്നവർ കാണാം. പക്ഷെ അവരോടൊക്കെ ആത്മാവിലൊരു പ്രവചനം പോലെ തന്നെ പറയാനുള്ള ഒരൊറ്റ കാര്യം, നിന്റെ മനസ്സിന്റെ മുറിവിനെ ഉണക്കാനാണ് ഇന്നൊരു പക്ഷേ ദൈവം നമ്മളെ ഇതിനകത്ത് ഇരുത്തിയിരിക്കുന്നത്.
അപ്പോൾ തന്നെ ഈ പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത് കൊരിന്ത്യർ ലേഖനത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ആത്മീക വർധന. മറ്റൊരു വാക്യം ആശ്വാസത്തിന് കാരണമാകണം. ഈ ആശ്വാസം എന്ന് പറയുന്നത് മനസ്സുമായിട്ടുള്ള ബന്ധത്തിലാണ് അല്ലെ. അപ്പം ആശ്വാസത്തിന് കാരണമാകും, ആത്മീക വർധനമുണ്ടാകും, പ്രബോധനമുണ്ടാകും. ഇപ്പം മുമ്പ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു, ദൈവത്തിന്റെ വാക്ക് ഒരുവന്റെ മേൽ വന്നാൽ, ആ ദൈവത്തിന്റെ ദൂത് ഒരുവന്റെ മേൽ പ്രകാശിച്ചാൽ അത് ആശ്വാസത്തിന് കാരണമാകും. ഇപ്പം സെക്കര്യാവ് എന്ന് പറയുന്ന പുരോഹിതനെ നമുക്കറിയാം. രണ്ട് കാര്യങ്ങൾ, രണ്ട് പേരെ എനിക്ക് നിങ്ങൾ ബ്രദറിന് മുമ്പിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. സെക്കര്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുക, പുരോഹിതനാണ്. അവ അബിയാക്കൂറിന്റെ ക്രമപ്രകാരം ഇങ്ങനെ ശുശ്രൂഷ ചെയ്തു വരുന്ന ആ സെക്കര്യാവിന് അടുത്ത ഒരു ജനറേഷനിലേക്ക് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കൈമാറാൻ കുഞ്ഞുങ്ങളില്ല. മച്ചിയായിപ്പോയി, എലിസബത്ത് മച്ചിയായിപ്പോയി എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം പറയുന്നത് അല്ലെ. അപ്പം ഇങ്ങനെ മനസ്സ് തകർന്ന് ഭവനങ്ങളിൽ മാത്രം, അവരുടെ ഹൃദയത്തിൽ ഭവനങ്ങളിൽ മാത്രം, അവരുടെ പേഴ്സണലായിട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു ദുഃഖത്തെ ദൈവം കണ്ടു. ദേവാലയത്തിനകത്ത് ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവരോട് പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. അപ്പം ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെ തകർച്ചയിലൂടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ, അവൻ ഒരു ചരിത്രത്തെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. നമ്മളെല്ലാവരും ഇങ്ങനെ തകർച്ചയിലൂടെ കടന്നു വരിക. തകർച്ച വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ തീർന്നെന്ന്. എന്നെ നോക്കി, ഞാൻ 2017 ഒരു വലിയ തകർച്ചയിലൂടെ കടന്നുപോയി. ഇങ്ങനെ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ നോക്കി എന്റെ സ്വന്തക്കാരും എന്റെ ബന്ധുക്കളും എന്റെ കൂടെയുള്ളവരെല്ലാവരും പറഞ്ഞു ഫെബിൻ തീർന്നു അല്ലേ. പക്ഷെ അവിടെ നിന്നും ദൈവം കരകയറ്റി ഇന്ന് കോട്ടയത്ത് അന്ന് എനിക്ക് പരിചയമില്ലാത്ത പ്രൈസിന്റെ അടുക്കൽ കടന്നു വരുവാനും ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. അപ്പൊ തകർച്ചകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തീർന്നെന്നാ, പക്ഷെ തകർച്ച വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തീർന്നതാ. പക്ഷെ ദൈവം പറയുന്നത് ഈ തകർച്ചയിലൂടെ നിന്നെ ദൈവം ഒരു യഥാസ്ഥാനത്തേക്ക് ഉറപ്പിക്കും എന്ന് വെച്ചാൽ തകർച്ച ദൈവം തരുന്നതാണെന്നല്ല അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ അല്ലെങ്കിൽ വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ ആ തകർച്ചകൾ പോലും നമുക്ക് മാന്യതയും മാറും, അല്ലെങ്കിൽ ആ തകർച്ചകൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിംഗ് ആയി മാറും. അപ്പോൾ അഭിഷിക്തം പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ചിന്ത ഉണ്ടോ മനസ്സിലേക്ക് ഓടി വന്നത്, നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ